ഹായ് ഡിയേഴ്സ്, ഇറ്റ്സ് മീ എംഎസ് ഫ്രം എംഎസ് സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. എൻ്റെ പ്രിയപ്പെട്ട +1 വിദ്യാർത്ഥികളെ, അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് അപ്ഡേറ്റുകളും നിങ്ങളുടെ ഇപ്പോഴുള്ള സംശയങ്ങളും ക്ലിയർ ചെയ്യാനുള്ള ഒരു വീഡിയോ ആണിത്. ഈ വീഡിയോ അവസാനം വരെ കാണാതിരിക്കാൻ മറക്കരുത്. റെഡി? സോ ഇത്തരം വിദ്യാഭ്യാസപരമായ വാർത്തകൾക്കും ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതോടൊപ്പം തന്നെ മറ്റുള്ള വിദ്യാർത്ഥികളിലേക്ക് ഷെയർ ചെയ്യുവാനും മറക്കല്ലേ. നിങ്ങളിപ്പോൾ കാണുന്നത് +1ന്റെ ചാനലാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫൈ മീ എനേബിൾ ചെയ്ത് വെക്കണം. റെഡി? കാരണം നിങ്ങൾക്ക് ഇനിയുള്ള ഓരോ അപ്ഡേറ്റുകളും ഈ ചാനലിലാണ് വരിക. നിങ്ങളിപ്പോൾ കാണുന്നത് SSLCയുടെ ചാനലാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും MS സൊല്യൂഷൻസിന്റെ +1 ചാനൽ സെർച്ച് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫൈ മീ എനേബിൾ ചെയ്ത് വെക്കണം. അത് ചെയ്യാത്തവർക്കൊന്നും +1ൽ നല്ല മാർക്ക് കൊടുക്കല്ല റബ്ബേ. അമീൻ. അറിയാലോ, പ്രാർത്ഥിച്ചാൽ മോണേ. റെഡി? ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റ് ഒക്കെ അഡ്മിഷൻ എടുത്ത് നിൽക്കുകയാണ്. 25,000-ഓളം കുട്ടികൾ അലോട്ട്മെന്റിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. കാരണം അവർക്ക് സീറ്റ് കൊടുത്തിട്ടും ഗവൺമെന്റ് മെറിറ്റ് കോട്ടയിൽ അവർക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിൽ അവരുടെ ഓപ്ഷൻ കൊടുത്തിട്ടും അവരെന്ത് ചെയ്തില്ല, പോയി അഡ്മിഷൻ എടുത്തില്ല. അവരെന്ത് ചെയ്തു, 3 അലോട്ട്മെന്റിൽ നിന്ന് മാത്രമല്ല ഇനി അവർക്ക് സപ്ലിമെന്ററിയിൽ പോലും അപ്ലൈ ചെയ്യാൻ കഴിയില്ല എന്നുള്ളൊരു വാർത്ത ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. 25,000-ഓളം കുട്ടികളാണ് എന്ത് ചെയ്തത്, സീറ്റ് ലഭിച്ചിട്ടും ടെമ്പററി ആയിട്ട് പോലും അഡ്മിഷൻ എടുക്കാൻ അവർ തയ്യാറായില്ല. ഒന്നാമത്തെ ഓപ്ഷനിൽ അലോട്ട്മെന്റ് ലഭിച്ചിട്ടും അവരെന്ത് ചെയ്തില്ല, പെർമനന്റ് അഡ്മിഷൻ എടുക്കാൻ സ്കൂളുകളിലേക്ക് പോയില്ല. അവർ ഫോം വിളിച്ചിട്ട് എടുത്തിട്ടില്ല. റെഡി? അവർക്ക് ഇനി മെയിൻ അലോട്ട്മെന്റുകൾ മാത്രമല്ല സപ്ലിമെന്ററിയിലും അവർക്ക് കൊടുക്കാൻ കഴിയില്ല എന്നുള്ള ഒരു മെസ്സേജ് ഇന്ന് പാസ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത അലോട്ട്മെന്റ് കാത്തിരിക്കുന്നവരോട് അലോട്ട്മെന്റ് ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സെക്കൻഡ് അലോട്ട്മെന്റ് വരുന്നത് ജൂൺ 22-ാം തീയതി രാവിലെ 10 മണി മുതൽ നിങ്ങൾക്ക് അഡ്മിഷൻ സാധ്യമാകുന്ന വിധത്തിൽ റിസൾട്ട് പബ്ലിഷ് ചെയ്യും. 22-ാം തീയതി മൺഡേ ആണ്. പക്ഷേ തലേ ദിവസം ജൂൺ 21-ാം തീയതി ഞായറാഴ്ച തന്നെ റിസൾട്ട് പുറത്തുവിടും, റിലീസ് ചെയ്യും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ജൂൺ 21-ാം തീയതി HSCAPന്റെ വെബ്സൈറ്റിൽ പോവുക. അവിടെ നിങ്ങൾക്ക് എന്തുണ്ടാകും, കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് ഡിസ്ട്രിക്റ്റും കൊടുത്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സെക്കൻഡ് അലോട്ട് റിസൾട്ട് എന്ന് കാണാൻ പറ്റും. അഡ്മിഷൻ കിട്ടിയല്ലോ എന്നൊക്കെ മനസ്സിലാവും കേട്ടോ. അപ്പൊ സെക്കൻഡ് അലോട്ട്മെന്റ് എന്ന് വരും, ഈ വരുന്ന ഞായറാഴ്ച മറ്റന്നാള് ജൂൺ 21-ാം തീയതി വരും. പക്ഷെ തൊട്ടടുത്ത തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് നിങ്ങൾക്ക് സ്കൂളിൽ പോയി അഡ്മിഷൻ എടുക്കാൻ കഴിയുള്ളൂ. അവിടെ നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ട്. നിലവിൽ കിട്ടിയ ആൾക്കാർക്ക് എന്ത് ചെയ്യാം, നിലവിൽ ഓൾറെഡി ടെമ്പററി ആയിട്ട് അഡ്മിഷൻ എടുത്ത ആൾക്കാർക്ക് സെക്കൻഡ് അലോട്ട്മെന്റിൽ ഒരു സ്കൂൾ ലഭിച്ചു, പക്ഷെ അതിനോടും താല്പര്യമില്ല. അങ്ങനെയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, ആ കിട്ടിയ സ്കൂളിൽ പോയി വീണ്ടും ടെമ്പററി അഡ്മിഷൻ എടുക്കാം. ഫോർ എക്സാമ്പിൾ, A എന്ന് പറയുന്ന ഓപ്ഷൻ ആയിരുന്നു ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടിയിരുന്നത്. എന്നാൽ സെക്കൻഡ് അലോട്ട്മെന്റിൽ B എന്ന് പറയുന്ന മറ്റൊരു ഹയർ ഓപ്ഷനിലേക്ക് മാറിയെങ്കിലും അതല്ല കുട്ടിക്ക് ഇഷ്ടം. അതിനേക്കാൾ ഇഷ്ടപ്പെട്ട മറ്റൊരു C ഉണ്ട്. അപ്പൊ കുട്ടിക്ക് എന്ത് ചെയ്യാം, ഈ Aയിൽ നിന്ന് എല്ലാ സർട്ടിഫിക്കറ്റുകളും വാങ്ങി, A എന്ന് പറയുന്ന സ്കൂളിൽ നിന്ന് നിങ്ങൾ കൊടുത്ത എല്ലാ സർട്ടിഫിക്കറ്റും വാങ്ങി നേരെ B എന്ന് പറയുന്ന സ്കൂളിൽ പോവുക, അവിടെയും ടെമ്പററി അഡ്മിഷൻ എടുക്കുക. ഇനി മറ്റൊരു കുട്ടിയുണ്ട്, സാർ ഒന്നാമത്തെ അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് A തന്നെയാണ് കിട്ടിയത്, പക്ഷെ രണ്ടാമത്തെ അലോട്ട്മെന്റിലും A തന്നെയാണ് കിട്ടിയത്. അവരെന്ത് ചെയ്യുക, ആ സ്കൂളിൽ പോയെന്ന് വേണ്ട, വിളിച്ചു പറയാ, ഞാൻ നിലവിൽ താൽക്കാലികമായിട്ട് അവിടെ തന്നെ വീണ്ടും കണ്ടിന്യൂ ചെയ്യാണ്, ഞാൻ തേർഡ് അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് എന്ന് പറയാം. ഇനി അതല്ല, A എന്ന് പറയുന്ന സ്കൂളായിരുന്നു ആദ്യം കിട്ടിയത്, രണ്ടാമത്തെ അലോട്ട്മെന്റിലും A തന്നെയാണ് കിട്ടിയത്, ആ കുട്ടിയും ഫാമിലിയും തീരുമാനിക്കുകയാണ് എങ്കിൽ Aയിൽ എന്ത് ചെയ്യാം, സ്ഥിരമായിട്ട് പ്രവേശിക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയിട്ട് ഫീസ് അടച്ചു കഴിഞ്ഞാൽ സ്ഥിര പ്രവേശനമായി. റെഡി? അപ്പൊ സെക്കൻഡ് അലോട്ട്മെന്റോട് കൂടി കഴിയുന്നില്ല, തേർഡ് അലോട്ട്മെന്റ് വരെ വെയിറ്റ് ചെയ്യാൻ കഴിയുന്ന ഒന്നാമത്തെ ഓപ്ഷൻ അല്ലാത്ത മറ്റേതൊരു സ്കൂളിൽ കിട്ടിയ ഒരു കുട്ടിക്കും അത് സാധ്യമാണ്. നിങ്ങൾക്ക് കാത്തിരിക്കാം, താൽക്കാലിക അഡ്മിഷൻ എടുത്തുകൊണ്ട് 3ാമത്തെ അലോട്ട്മെന്റ് വരെ കാത്തിരിക്കാം. സർ, 3ാമത്തെ അലോട്ട്മെന്റ് എന്നാണ് സാർ? 3ാമത്തെ അലോട്ട്മെന്റ് ജൂലൈ 1-ന് മുമ്പേ ആയിരിക്കും. എന്നാൽ എൻ്റെ ഒരു പ്രൊഡിക്ഷൻ ജൂൺ 29-ന്റെ മുന്നേ ആയിരിക്കും. കാരണം ജൂൺ 29-ാം തീയതിയാണ് സ്പോർട്സ് കോട്ടയുടെ സെക്കൻഡ് അലോട്ട്മെന്റ് അഥവാ അവസാനത്തെ ഘട്ട അലോട്ട്മെന്റ് അവസാനിക്കുന്ന ഡേറ്റ് ജൂൺ 29-ാം തീയതിയാണ്. അപ്പൊ ജൂൺ 29-ാം തീയതിയുടെ മുന്നേ ആയിരിക്കും നിങ്ങളുടെ തേർഡ് അലോട്ട്മെന്റ് നടക്കുക. സ്വാഭാവികമായിട്ടും ഒരാഴ്ച കൊണ്ട് തേർഡ് അലോട്ട്മെന്റ് റിസൾട്ട് വരാനുള്ള സാധ്യതയുണ്ട്. റെഡി? അപ്പോ കറക്റ്റ് പറയുകയാണെങ്കിൽ ജൂൺ 15-ാം തീയതി നിങ്ങളുടെ ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നു. 15 കഴിഞ്ഞ് നേരെ 7 ദിവസത്തെ ഗ്യാപ്പോട് കൂടി ജൂൺ 22-ാം തീയതി എന്ത് വരുന്നു, സെക്കൻഡ് അലോട്ട്മെന്റ് വരുന്നു. സോ ജൂൺ 22-ൽ നിന്ന് 7 എടുത്തു കഴിഞ്ഞ് ജൂൺ 29-ാം തീയതി എന്ത് വരും,
തേർഡ് അലോട്ട്മെന്റ് വരും. സോ ജൂൺ 29 തീയതി അല്ലെങ്കിൽ 28 തീയതി ഈ ഡേറ്റ് ആണ് നിങ്ങളുടെ സെക്കൻഡ് അലോട്ട്മെന്റ് വരാനുള്ള, തേർഡ് അലോട്ട്മെന്റ് വരാനുള്ള ഒരു സാധ്യത ഡേറ്റ് എന്ന് പറയുന്നത് ജൂൺ 29 തീയതിയാണ്. അതിന് മുന്നേ വന്നേക്കാം, അത് ഒഫീഷ്യൽ അല്ല, അൺഒഫീഷ്യൽ ആണ്. ഇനി സപ്ലിമെന്ററി തുടങ്ങുന്നത് ജൂലൈ 13 മുതൽ ഓഗസ്റ്റ് 5 വരെയാണ്. ജൂലൈ 13 മുതൽ ജൂലൈ 5 വരെയാണ് സപ്ലിമെന്ററിയുടെ ഘട്ടം നടക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഓണപ്പരീക്ഷ ഈ വർഷവും സ്കൂളുകളിൽ തന്നെ നടക്കും. +1 ഓണപ്പരീക്ഷ ഉണ്ടാവാൻ ഒരു സാധ്യതയും 99% ഓണപ്പരീക്ഷ ഉണ്ടാവില്ല. റെഡി? അപ്പൊ സെക്കൻഡ് കഴിഞ്ഞു, തേർഡ് കഴിഞ്ഞു, സപ്ലിമെന്ററി കഴിഞ്ഞു. അതോടൊപ്പം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പോയിന്റ് കൂടിയുണ്ട്. സെക്കൻഡ് അലോട്ട്മെന്റ് വരുന്ന അതേ ദിവസം തന്നെയാണ് നിങ്ങളുടെ കമ്മ്യൂണിറ്റി കോട്ടയുടെ അഡ്മിഷൻ റിലീസ് ചെയ്യുന്നത്. കമ്മ്യൂണിറ്റി കോട്ട നടക്കുന്നത് അന്ന് തന്നെയാണ്. അതേ ദിവസം തന്നെയാണ് സ്പോർട്സ് കോട്ട കൊടുത്തവരുണ്ടെങ്കിൽ അവരുടെയും റിസൾട്ട് വരുന്നു. അതേ ദിവസം തന്നെയാണ് VHSCയുടെ സെക്കൻഡ് അലോട്ട്മെന്റ് വരുന്നത്. സോ ജൂൺ 22 തീയതി തിങ്കളാഴ്ച നിങ്ങൾ കമ്മ്യൂണിറ്റി കോട്ട കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യും. നിങ്ങൾ ഏതൊക്കെ സ്കൂൾ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടോ ആ സ്കൂളുകളിൽ റാങ്ക് ലിസ്റ്റ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ടോ ഇല്ലേ എന്ന് മനസ്സിലാക്കാൻ കഴിയും. കമ്മ്യൂണിറ്റി കോട്ട. 2, സ്പോർട്സ് കോട്ട. സ്പോർട്സ് കോട്ടയിലൂടെ പ്രവേശനം നേടാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ടാകും. അവരുടെ ഫസ്റ്റ് അലോട്ട്മെന്റ് വരുന്ന ഡേറ്റും ജൂൺ 22 തീയതിയാണ്. 3, VHSCയുടെ സെക്കൻഡ് അലോട്ട്മെന്റ് വരുന്ന ഡേറ്റും 22 തീയതിയാണ്. 4മതായിട്ട് നിങ്ങളിപ്പോ കൊടുത്ത മെറിറ്റ് കോട്ട ഇല്ലേ, നിങ്ങളിപ്പോ കൊടുത്ത HSCAP എന്ന് പറയുന്ന വെബ്സൈറ്റിലൂടെ നിങ്ങൾ കൊടുക്കുന്നില്ലേ, അതിന് മെറിറ്റ് കോട്ട എന്നാ പറയാ. ആ മെറിറ്റ് കോട്ടയുടെ അഡ്മിഷൻസിന്റെ സെക്കൻഡ് അലോട്ട്മെന്റിന്റെ അഡ്മിഷൻ റിസൾട്ട് വരുന്നതും ഈ പറയുന്ന ജൂൺ 22 4 റിസൾട്ടുകളാണ് വരുന്നത്. ഇതിലേതെങ്കിലും ഒന്ന് കിട്ടിയാൽ അവിടെ പോവുക, ചേരുക, അടുത്ത പരിപാടി നോക്കുക. റെഡി? ഇനി അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ചോദിക്കാം. MS അപ്പം അപ്ഡേറ്റ് ചെയ്ത് പറയൂ കേട്ടോ. സോ +1 സീറ്റ് നിങ്ങൾക്ക് സയൻസ് ആകട്ടെ, കൊമേഴ്സ് ആകട്ടെ, ഇതിൽ ഏത് കിട്ടിയാലും MS സൊല്യൂഷൻസിന്റെ കൂടെ ഒരു വർഷം പഠിക്കാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ കോഴിക്കോട് കൊടുവള്ളിയുടെ ഒരു ഓഫീസിൽ ഇരുന്നു കൊണ്ട് സയൻസിന്റെയും കൊമേഴ്സിന്റെയും ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്ഥാപനം MS സൊല്യൂഷൻ എന്ന് പറയുന്ന സ്ഥാപനം ഇന്നും അത് ഹൈലൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. SSLCയുടെ പരീക്ഷാ സമയത്ത് MS-ലൂടെ വന്ന് പ്രഡിക്ഷൻ ലൈവുകളും റെക്കോർഡ് ക്ലാസ്സുകളും കണ്ടുപോയ കുട്ടികൾക്കറിയാം MS എന്താണ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. 3 സെറ്റ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ അടക്കം ഇപ്പൊ ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. റെഡി? അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ +1 സയൻസിന്റെയും കൊമേഴ്സിന്റെയും എസ്പെഷ്യലായിട്ട് ഞാൻ പറയുന്നത് പ്രീമിയം ബാച്ചിൽ തന്നെ ജോയിൻ ചെയ്യണമെന്നാണ്. ബേസ് ബാച്ചിലാവരുത്, മെയിൻ ബാച്ചിലാവരുത്. MS-ന്റെ പ്രീമിയം ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യണം. കാരണം അവിടെ ഞാനാണ് മെൻഡർ, സൂപ്പർ മെൻഡർ ഞാനായിരിക്കും. ബാക്കിയൊക്കെ നമുക്ക് വഴിയെ പറയാം. സോ അങ്ങനെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ, MS-ന്റെ കൂടെ സയൻസും കൊമേഴ്സും ഇപ്പോഴേ പഠിച്ചു തുടങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഒരു നമ്പർ ഉണ്ട്, 7902. നോട്ട് ടു ദ പോയിന്റ്. MS സൊല്യൂഷൻസിന്റെ ഇൻസ്റ്റഗ്രാം പേജുകളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. MS സൊല്യൂഷൻസിന്റെ 79 എന്ന് പറയുന്ന നമ്പർ. അതിന് വലിയൊരു ചരിത്രം പറയാനുണ്ട്. സോ 7902 400 800 കാണാതെ പഠിക്കാൻ പറ്റുന്ന നമ്പറാണ്. 7902 400 800. ഈ നമ്പറിലേക്ക് ഉടൻ തന്നെ വിളിച്ചുകൊണ്ട് കോണ്ടാക്ട് ചെയ്തോ, ഫോൺ എടുക്കും. 24/7. റെഡി? സോ വീണ്ടും കാണാം. ഇറ്റ്സ് മീ MS ഫ്രോം MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.